നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ CPIM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദനെ കുറിച്ചാണ്. ഗോവിന്ദൻ പറഞ്ഞ് എവിടെയൊക്കെ എത്തുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ചർച്ചകളെന്ന്. സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായിത്തീരുന്നത് ഗോവിന്ദൻ മാഷിൻ്റെ AI സിദ്ധാന്തമാണ്. AI മൂത്താൽ മാർക്സിസത്തിനാണ് പ്രസക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. AI ടെക്നോളജി മൂത്ത് വളർന്നാൽ മാർക്സിസത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷിൻ്റെ പരാമർശം ശ്രദ്ധേയമാകുന്നു. AI സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് സോഷ്യലിസത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ്, അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുമെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെച്ചത്. AI വളർന്നാൽ പിന്നെ സോഷ്യലിസത്തിലേക്കുള്ളൊരു യാത്രയായിരിക്കും. ഈ സാഹചര്യത്തിൽ മാർക്സിസത്തിന് കാര്യമായ പ്രസക്തി ഉണ്ട് എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്താണ് പറയുന്നതെന്നറിയില്ല. കണ്ണൂരിലെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുമർ ശില്പ സ്മാരകം ഉദ്ഘാടനം ചെയ്യവെയാണ് CPM സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞത്. AI വരുന്നതോടുകൂടി മനുഷ്യൻ്റെ അധ്വാനം 60% കുറയും. മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നം വാങ്ങാൻ ആളില്ലാതാകും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറഞ്ഞ് സോഷ്യലിസത്തിലേക്ക് എത്തുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. MV ഗോവിന്ദൻ്റെ ഈ സിദ്ധാന്തം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അതേസമയം സോഷ്യൽ മീഡിയയിൽ ആകെ ഗോവിന്ദൻ മാഷിൻ്റെ ഈ AI സിദ്ധാന്തം എന്ന് പറയപ്പെടുന്ന വലിയ ചർച്ചയൊക്കെ ആവുന്നുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേരാണ് ഈ അഭിപ്രായം ഒക്കെ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഗോവിന്ദൻ മാഷൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. AI സിദ്ധാന്തം പുരോഗമിക്കുമ്പോൾ 60% എന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ ജോലിഭാരം കുറയുന്നു എന്ന് പറയപ്പെടുമ്പോൾ ജോലി കൂടി കുറയുകയില്ലേ? തൊഴിൽ നഷ്ടപ്പെടുകയില്ലേ? തൊഴിലാളിക്ക് ഈ പറയുന്നത് പോലെ തൊഴിലില്ലാത്തൊരവസ്ഥയല്ലേ ഉണ്ടാകുന്നത്? നിങ്ങൾ ഈ മുതലാളിത്തത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ആ മുതലാളിത്തം എന്ന് പറയപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ ഇവിടുത്തെ തൊഴിലാളി വർഗം, മനുഷ്യ സമൂഹത്തിന് തൊഴിലില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് എന്തുകൊണ്ട് ഈ സിദ്ധാന്തവാദി ചെയ്യുന്നില്ല? കപട സിദ്ധാന്തവാദി എന്ന് പറയേണ്ടി വരും MV ഗോവിന്ദൻ മാഷിനെ. തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ അന്നന്നത്തെ അന്നം പോലും മുട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകും സഖാവേ, അതുകൂടി താങ്കൾ മനസ്സിലാക്കുക. അല്ലാതെ താങ്കളുടെ ഈ സോഷ്യൽ മീഡിയയിൽ താങ്കൾ ഈ പറയുന്ന പോലെ തങ്ങളുടെ വാചകങ്ങളെടുത്ത് കോർത്തിണക്കിയാൽ താങ്കളുടെ സോഷ്യലിസവും മാർക്സിസവും ഒന്നും ഉയരാനൊന്നും പോകുന്നില്ല. അതിൻ്റെ പ്രസക്തി വർദ്ധിക്കാനൊന്നും പോകുന്നില്ല. എന്ത് സോഷ്യലിസം, എന്ത് മാർക്സിസം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നാൽ എങ്ങനെയാണ് മാർക്സിസം വളരുക? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നാൽ എങ്ങനെയാണ് സോഷ്യലിസം വളരുക? സോഷ്യലിസവും മാർക്സിസവും ഒക്കെ വളർത്തിയെടുക്കുവാൻ പറ്റുന്ന തരത്തിൽ പാവപ്പെട്ടവൻ്റെ വേദനയും അവൻ്റെ കണ്ണുനീരും തുടയ്ക്കാൻ കഴിയുന്ന ആ സിദ്ധാന്തം ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരാ, ഇവിടെ തൊഴിലാളി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടാകൂ. ഈ പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ മാത്രം വളർന്ന് കെട്ടിപ്പടുത്തി ഉയർത്തിയ ഒരു പ്രസ്ഥാനമാണ് CPIM എന്ന് പറയപ്പെടുന്നതെന്ന് താങ്കളെപ്പോലുള്ള ആചാര്യന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നാളെ പറഞ്ഞു നടക്കാൻ ഒരു തൊഴിലാളി പ്രസ്ഥാനം പോലും നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങളും മുതലാളിയുടെ ഭാഗമാകും. നിങ്ങളെപ്പോലുള്ളവർ മുതലാളിമാരായി മാറും. നിങ്ങൾ ഇന്ന് ബൂർഷ്വാസികൾ എന്ന് പറയപ്പെടുന്നവർക്ക് നാളെ നിങ്ങൾ കുടപിടിക്കുന്നവരാവും, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ബൂർഷ്വാസികളായിത്തീരും. അപ്പോൾ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഭൂമിയിൽ ഇല്ലാതാവും, അല്ലെങ്കിൽ കേരളത്തിൽ ഇല്ലാതാവും. ഇനി ഒരിക്കലും ഒരിടത്തും ഉണ്ടാകുവാനുള്ള സാഹചര്യവും ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ന് ഇല്ല എന്നുള്ളത് താങ്കൾ മറക്കാതിരിക്കുക. ഗോവിന്ദൻ്റെ ഈ AI സിദ്ധാന്തം വല്ലാതെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും താങ്കൾ പറയുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക.